കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ ഉജ്ജ്വല വിജയം CPM ഉരുക്കുകോട്ടകളിലെ വൻ വോട്ട് ചോർച്ചയിലൂടെയാണ്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ 6200-ൽ പരം CPM വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപിന് ലഭിച്ചു എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കയ്യൂർ ചീമേനിയിൽ മാത്രം LDF ലീഡിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 20,000 വോട്ടിന്റെ കുറവുണ്ടായി. ചെങ്കോട്ടയായ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപ് വാര്യരുടെ ചരിത്ര വിജയത്തിന് അടിത്തറയായത് മണ്ഡലത്തിലെ CPM ശക്തി കേന്ദ്രങ്ങളായ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത്, നീലേശ്വര നഗരസഭ, ചെറുവത്തൂർ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലുണ്ടായ വോട്ട് ചോർച്ചയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. നീലേശ്വര നഗരസഭയിൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് 1800 വോട്ടുകളുടെ ലീഡുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഈ വോട്ടുകൾ CPM-ൽ നിന്ന് UDF-ലേക്ക് മറിയുകയും കൂടാതെ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർക്ക് നീലേശ്വര നഗരസഭയിൽ 179 വോട്ടുകളുടെ ലീഡ് ലഭിക്കുകയും ചെയ്തു. ചുവന്ന മണ്ണായ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിൽ CPM-ന് 2021-ൽ 8000-ൽ പരം വോട്ടുകളുടെ ലീഡുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ VPP മുസ്തഫക്ക് ലഭിച്ചത് 6219 വോട്ടിന്റെ ലീഡ്. ചെങ്കോട്ടയായ കയ്യൂരിൽ സന്ദീപ് വാര്യർക്ക് 2000-ഓളം അടിയുറച്ച CPM വോട്ടുകൾ ലഭിച്ചുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. CPM-ന് സമ്പൂർണ്ണ ആധിപത്യമുള്ള പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലും വോട്ടുകൾ സന്ദീപിന് ലഭിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ CPM-ന് 9000-ൽ പരം വോട്ടുകൾ അധികമായി കിട്ടിയിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM വോട്ട് ലീഡ് 7656-ആയി കുറഞ്ഞു. CPM-ന്റെ ഉറച്ച 1800 വോട്ടുകൾ പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുവെന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. CPM ശക്തി കേന്ദ്രമായി നിലകൊള്ളുന്ന ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് UDF-നേക്കാൾ 1300 വോട്ടുകൾ അധികമായി ലഭിച്ചിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിക്കുമ്പോൾ CPM-ന് ചെറുവത്തൂരിൽ 400 വോട്ടുകളുടെ കുറവുണ്ടായി. കനത്ത പോരാട്ടത്തിനിടയിൽ ഇതും സന്ദീപിന് അനുകൂലമായി മാറി. അതേസമയം UDF ശക്തി കേന്ദ്രങ്ങളായ ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തുകളിൽ UDF വോട്ടുകൾ നേതൃത്വം പ്രതീക്ഷിച്ച നിലയിൽ ലഭിക്കുകയും ചെയ്തു. അമൃത ന്യൂസ്, കാസർഗോഡ്.